ഗൈസ്, വിവാഹം ഇതിനെ ആധികാരികമായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വലിയ പണ്ഡിതയൊന്നുമല്ല, പക്ഷെ ഞാൻ പഠിച്ചു വരുന്നതുകൊണ്ട് അപ്പോൾ പഠിച്ചിട്ട് അതിൻ്റെ കൃത്യമായ ഒരു വിവരണം ഞാൻ തരുന്നതായിരിക്കും. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എൻ്റെ ടൈം ലൈനിൽ ഒരുത്തൻ വന്ന ഒരു കമൻറ്റ് ഇട്ടതാണ്. എനിക്കിട്ടുള്ള കമൻ്റ് അല്ല കേട്ടോ, എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ നല്ല കൊടുത്തേനായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാമിക നിയമം, വിവാഹത്തിനോടനുബന്ധിച്ചിട്ടുള്ള നിയമം വളരെ ഷാർപ്പാണ്. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. മേ ബി പണ്ഡിതന്മാർ ചിലപ്പോൾ എന്നെ ഓടിച്ചിട്ടടിക്കും, കാരണം ചില മണ്ടത്തരങ്ങൾ ഞാൻ പറയാറുണ്ട് എന്നുള്ളത് അവരുടെ തന്നെ. ഞാനിത് പറഞ്ഞ് തീരുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നോട് ആര് പറഞ്ഞു ഇത് പറയാൻ, ഇങ്ങനെയില്ല അങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. എനിക്ക് ചിരിയാണ് വരാറ്. കാരണം പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള ചട്ടവട്ട രീതികൾ മനസ്സിലാക്കാനിരിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇത് ഇത്രയും ക്ഷമയും ഇത്രയും നീളമുള്ള സാധനങ്ങളൊന്നും പറഞ്ഞു കൊടുത്താൽ പിടികിട്ടത്തില്ല. അത് ഷോർട്ട് ഫോമാണ് പറയണം. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് കയറി പിടിച്ചിട്ട് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ശരി പ്രതിവിവാദം അല്ലെങ്കിൽ അങ്ങോട്ടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന് ആധാരമായ ആ ഒരു സ്പെസിഫിക് സംഗതി ഞാൻ എടുത്തുകൊണ്ട് വരാം. കമൻറ്റിൽ ഷാജി എന്ന് പറയുന്ന എനിക്ക് സപ്പോർട്ടീവായി കമൻ്റ് ഇടുന്ന ഒരാൾക്ക് പോയിട്ട് ഒരാൾ കമൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാജി എന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മേഡം എനിക്ക് ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ അറിയണം, ബിക്കോസ് ഞാനിത് ഇസ്ലാമിക നിയമപ്രകാരം ഒരു പുരുഷന് രണ്ടാമത് വിവാഹം കഴിക്കാൻ ആദ്യ ഭാര്യയുടെ സമ്മതം നിർബന്ധമായില്ലെങ്കിലും അത് ഏറ്റവും ഉചിതവും ന്യായവുമായ സമീപനമാകുമെന്ന് പല ഇസ്ലാമിക പണ്ഡിതരും വ്യക്തമാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ എസ്സേ ഈ ചാറ്റ് GTP-യിലൊക്കെ പോയി നോണ്ടി പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടിട്ട് എൻ്റെ അടുത്ത് പറയണം, മേഡം ഇങ്ങനെയാണല്ലോ പറയണം, അപ്പോൾ ഭാര്യയുടെ സമ്മതം വേണ്ടെന്നാണല്ലോ പറയണത്, പിന്നെ എന്തിനാ മേഡം അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഷാജിക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണിത്. ഇതിന് ആധാരമായ കമൻ്റ് ഇതായിരുന്നു: രണ്ടാമത് വിവാഹം കഴിക്കാൻ ആദ്യ ഭാര്യയുടെ സമ്മതം വേണമെന്ന് പറയുന്ന ഖുർആൻ ആയത്ത് ഏതാണെന്ന് പറയാമോ? ഖുർആനിലെ എല്ലാ ഈ വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ആയത്തുകളിലും ആദ്യത്തെ ഭാര്യയുടെ സമ്മതം നിർബന്ധമാണ്. നിങ്ങൾക്കത് കൃത്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വേർഡിക്കൽ, അതായത് ഇങ്ങനെ ഒരു വേർഡായിട്ട് അവിടെ ഇല്ല. പക്ഷെ സ്പെസിഫിക്കലി ഭാര്യയുടെ സമ്മതം വേണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് 4 വിവാഹം കഴിക്കാൻ നിജപ്പെടുത്തിയിരുന്നു. 10, 13 കെട്ടാനൊന്നും പറ്റത്തില്ല, 4 പറ്റുള്ളൂ. ഈ 4 വിവാഹങ്ങളെന്ന് പറയുന്നത് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ആണുങ്ങൾ അധികവും പെണ്ണുങ്ങൾ കുറവുമാണ്. അതിൻ്റെ കാരണം യുദ്ധങ്ങളാണ്. യുദ്ധത്തിൽ ഒരുപാട് പേര് മരണപ്പെടുകയും അവരുടെ വിധവകൾ അനാഥരാക്കപ്പെടുകയും ചെയ്യുന്നു. അനാഥകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ രീതിയാണ്, ഇസ്ലാമികമാണത്. അതാണ് ഈ യത്തീമിന് അത്താഴം കൊടുക്കണം, അങ്ങനെയുള്ളവർക്ക് സ്വർഗം കിട്ടും എന്നൊക്കെ പറയുന്നത്. അപ്പം ആ രീതിയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അനാഥകളാക്കപ്പെടുന്ന സ്ത്രീകളെ ചിലർ വിവാഹം കഴിച്ച് കളഞ്ഞ് അവരുടെ സ്വത്തടിച്ച് മാറ്റുന്നൊരു രീതിയുണ്ട്. അന്നത്തെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ഇസ്ലാമിലൂടെ മുഹമ്മദ് നബി നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിന് ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ഇപ്പോഴും മേരി റോയി പോയാണ് സ്വത്തവകാശം പോലും കൊണ്ടുവന്നിട്ടുള്ളത്. സ്ത്രീകൾക്ക് സ്വത്തവകാശം ഇല്ല എന്നൊക്കെ പറയുന്ന ഇവർക്ക് വ്യാഖ്യാനങ്ങളിൽ കൂടെ അതിനെ ഇകഴ്ത്താനേ പറ്റുള്ളൂ. കൃത്യമായി മനസ്സിലാകുന്നവർ ഇതിനകത്ത് തർക്കം പിടിക്കത്തില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിലെടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് ആ സ്വത്തവകാശത്തിൻ്റെ എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമെന്നുള്ളതാണ്. നീതിബോധമില്ലാത്ത ഒരു പ്രവൃത്തി നമ്മളെ കുടുംബത്തിൽ ഇസ്ലാമിയനായിട്ടുള്ള ഒരാളും ചെയ്യത്തില്ല. നീതിബോധത്തോടു കൂടി ചെയ്യൂ. നീതിരഹിതമായ ഒരു പ്രവൃത്തിയും ഇസ്ലാമിയരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും വേണ്ട. അപ്പം വ്യക്തമല്ലേ? ഇനി വിവാഹത്തിലേക്ക് വരാം. ആദ്യത്തെ ഭാര്യയുടെ സമ്മതം എന്ന് പറയുന്നത് നമ്മളൊരു വിവാഹം, അതായത് 2 വിവാഹം കഴിച്ചു എന്ന് വെക്കുക. സപ്പോസ് 2 പേരെയും തുല്യമായി പരിഗണിക്കേണ്ട ഒരവസ്ഥയുണ്ട്. തുല്യതയാണ് എല്ലാത്തിലും. ഫുഡ്, സെക്ഷൽ നീഡ്, എവറിത്തിങ്ങിൽ അവൻ തുല്യതയോടെ കൂടി പരിഗണിക്കേണ്ടി വരും. ലോകത്ത് ഏതെങ്കിലും പെണ്ണ് സമ്മതിക്കുമോ സ്വന്തം ഭർത്താവിനെ പങ്കുവയ്ക്കാൻ? നിങ്ങൾ തന്നെ പറ. ഞാനാണെങ്കിൽ സുന ചെത്തിയെടുക്കും, നിന്റെ സുന ഉള്ളതുകൊണ്ടല്ലേ നീ വേറെ കെട്ടാൻ പോണേന്ന് പറഞ്ഞു ഞാൻ അവൻ്റെ കൂടെ മുഴുക കിടന്നു നടക്കും. ചിന്തിച്ചാൽ പോലും സ്റ്റെപ്പ് ബാക്ക് എന്നല്ലാതെ വേറെ പരിപാടിയില്ല എന്നുള്ളതാണ് എനിക്ക്. അവിടെയാണ് ഇസ്ലാമിലെ 2 വിധത്തിലുള്ള വിവാഹമോചനം സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഫസഹ് എന്തെന്ന് പോലും അറിയാത്ത കാമിതയ്ക്ക് ഇത് അറിയാത്തതുകൊണ്ടാണ് കാമിത കാത്തിലമയ്യത്തൂന അൽബത്തലൂന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഥകൾ പറയണം. അതൊന്നുമല്ല സത്യം. ഈ പറയുന്ന ഈക്വാലിസം ഇൻ ബിറ്റ്വീൻ 2 വൈഫ്സ്, 2 ഭാര്യമാർക്കിടയിൽ 4 ഭാര്യമാർക്കിടയിൽ തുല്യത ഒരു കാരണവശാലും ഒരു പുരുഷനെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമാണ്. ഇതിന് ഈ യുവമാരൊക്കെ തർക്കം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഏതെങ്കിലും ഒരു പെണ്ണ് പറയുമോ, എനിക്ക് ഈ ഭർത്താവിൽ നിന്ന് സുഖം കുറവാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അവൾക്ക് കൂടുതലാണ് കിട്ടുന്നത്? ഏതെങ്കിലും ഒരു പെണ്ണ് പരാതി പറയുമോ? പറയത്തില്ല. എന്തുകൊണ്ട് പറയത്തില്ല? അവൾക്ക് വിവരമില്ല, അതുകൊണ്ട് പറയത്തില്ല. അവൾ പറയണം. അതാണ് ഞാൻ ഈ ആദ്യ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. വ്യക്തമായില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം, മാറ്റി കളയേണ്ട, ഒന്നും കൂടെ പറഞ്ഞുതരാം. 2 ഭാര്യയെ വിവാഹം കഴിക്കാൻ പ്ലാൻ ഇടുന്ന ഒരുത്തൻ. ആദ്യത്തെ ഭാര്യ ഇവിടെ എക്സിസ്റ്റ് ചെയ്യണം, രണ്ടാമതൊരു ഭാര്യയെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
അവൾ മൗനമായിരിക്കും, നമുക്ക് പെർമിഷൻ ഒന്നുമില്ല, ഇയാൾ പോയി വിവാഹം കഴിക്കണം. ശരി, ഇസ്ലാമികപരമായി അത് അങ്ങനെയാണ്. പക്ഷേ ആദ്യത്തെ ഭാര്യ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഐ ആം നോട്ട് ഹാപ്പി, ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്, എൻ്റെ സെക്ഷൽ നീഡ് ഫുൾഫില്ല് ചെയ്യാൻ ഇയാളെ കൊണ്ട് പറ്റുന്നില്ല എന്നവൾ പരാതി പറയുകയാണെങ്കിൽ അയാൾക്ക് രണ്ടാമതൊരു വിവാഹം കാസി ചെയ്തു കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് അയാളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ മറ്റൊരാൾ തയ്യാറാകുമോ? തുറന്ന് പറയുന്നത് ആരാണ്? ഈ ഭാര്യയാണ്. അപ്പോൾ ഭാര്യയുടെ കയ്യിലല്ലേ പിടിവള്ളി എന്നാണ് എൻ്റെ ചോദ്യം. ഇത് ഒരു പെണ്ണും പറയത്തില്ല. പകരം അവൾക്ക് ഈ നിയമങ്ങളെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഓ, ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ആണോ, അല്ലയോ, അങ്കിൽ പിന്നെ നമുക്കങ്ങ് സമ്മതിച്ചു കൊടുക്കാം, ഇങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. അല്ല, സ്ത്രീക്കുള്ള പവർ ആണുങ്ങൾക്കില്ല. പൗരോഹിത്യം പാടില്ല എന്നും കൂടെ പറയുന്നുണ്ട്. അത് ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഒരു ഇതിനകത്തുനിന്ന് ഞാൻ വായിച്ചതാണ്. അത് കൃത്യമാണ്. ഈ പൗരോഹിത്യം വന്നു കഴിഞ്ഞാൽ ഇത് കുളമാക്കും എന്നുള്ളത് അറിയാം. എന്തുദ്ദേശിച്ചോ അതിൻ്റെ നേർ വിപരീതമാണ് അവർ എഴുന്നള്ളിച്ചുകൊണ്ട് വരിക. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു ഉസ്താദ് എന്നുകൊണ്ട് പറയണത്, എനിക്ക് 4-5 കിട്ടണമെന്നുണ്ട്, പക്ഷേ എൻ്റെ പെണ്ണുമ്പിള സമ്മതിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇത്യാദി ഇതിൽ വളച്ചൊടിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഇത്. അപ്പം ഏതാണ് സൂറത്ത്, ഏതാണ് ഇത് എന്നുള്ള ചോദ്യത്തിന് ഞാനൊരു ഉസ്താദിൻ്റെ അടുത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു സംഗതി, അതായത് എൻ്റെ പ്രൊനൗൺസേഷൻ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും, എന്നാലും ആ പ്രൊനൗൺസേഷൻ ഞാനങ്ങ് പറയാം. അതിൽ കൂടെയാണ് ഈ വിവാഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് പുള്ളി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ലോകത്ത് ഒരു സ്ത്രീയെ മാത്രം നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക എന്ന് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ. അതാണ് അതിൻ്റെ സത്യം. പിന്നീട് അതിൻ്റെ ബാക്കിയുള്ള സംഗതികളൊക്കെ വരുന്നതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സാമൂഹിക സാഹചര്യത്തിൽ അങ്ങനെയുള്ളൊരവസ്ഥയിൽ പ്രവാചകൻ അങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നു. വിധവകൾക്ക് ജീവിതം കൊടുക്കണമെന്ന് പറയേണ്ടി വന്നു. അപ്പം ദേ ഓടിക്കൊണ്ടുവരും ഐഷ കല്യാണം അദ്ദേഹം പോയിട്ട് പിടിച്ച് ബലാത്കാരമായി വീട്ടിൽ കൊണ്ടുവന്നതല്ല. അദ്ദേഹത്തിന് പൂർണ്ണ സമ്മതത്തോടു കൂടി വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് ആ പിതാവാണ്. സന്തോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഭാര്യയായി മണിയറയിലേക്ക് പോയത് ആ ഐഷ എന്ന് പറയുന്ന ആൾ തന്നെയാണ്. ഇനി അത് എന്തെങ്കിലും മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ട് തിരിക്കേണ്ട, എനിക്കിങ്ങനെ പറയാനേ അറിയാവുള്ളൂ. എൻ്റെ ഒരു വേ ഓഫ് ടോക്ക് ഇതാണ്, അതുകൊണ്ട് തെറ്റിക്കരുത്. ഐഷ റളിയല്ലാഹു അൻഹു എന്ന് പറയണമെന്നൊക്കെ പറയും. എനിക്ക് അത്രയ്ക്കൊന്നും പറയാൻ അറിയത്തില്ല, ഞാൻ പാവമാണ്, എനിക്ക് അത്ര അറിയത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ സൂറ അൻ നിസ എന്നാണ് 59 സൂറ അൻ നിസയിലാണ് ഈ പറയുന്നത്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക. പടച്ചവനെ അനുസരിക്കാനാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദൂതനെയും പടച്ചവൻ്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കണം. നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്. അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനവും ഉണ്ടാവുക. അപ്പോൾ ഇതേ സാധനത്തിൽ തന്നെ സൂറത്തുൻ നിസായിൽ 3 അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തു കൊള്ളുക. എന്നാൽ അതാണ് എൻ്റെ പോയിന്റ്, ഞാൻ പിടിച്ച പോയിന്റ് അതാണ്. അവർക്കിടയിൽ നീതി പുലർത്താനാവില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെപ്പോലെ സ്വീകരിക്കുക. നിങ്ങൾ അതിര് വിട്ടു പോകാതിരിക്കാൻ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. ഇപ്പം ഈ പറയുന്ന ഇനി ഇതിൻ്റെ വ്യാഖ്യാനവും ഇതിൻ്റെ പുതിയ തന്ത്രമൊക്കെ എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്. ഞാൻ പണ്ഡിതയല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എനിക്കിതിൽ നിന്ന് മനസ്സിലായത്, നീതിയോടുകൂടി ഒരേ സമയം 4 പേരെ മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ അതേ 4 കെട്ടിക്കൊട്ടു. ഞാൻ തിരിച്ചും പറയും, പെണ്ണുങ്ങളുടെ കേസിലും പറയും, പെണ്ണുങ്ങൾ 4 പേരെ ഒരേ സമയം വയ്ക്കാനായിട്ട് നിർബന്ധമില്ല. പക്ഷേ ഇഫ് ഷീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എ പേഴ്സൺ, ഓപ്പൺലി പറയുക ഐ ആം നോട്ട് ഹാപ്പി, ഫസഹ് അവിടെ കിട്ടും, അവൾക്ക് അടുത്ത ആളെ തിരഞ്ഞെടുക്കാം. അതായത് വ്യക്തിഗത സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒന്നും പറയാനില്ല. വിവാഹപൂർവ്വ ബന്ധങ്ങൾ ഇതൊന്നും എൻ്റർടൈൻ ചെയ്യുന്നില്ല, അതൊക്കെ തെറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഹലാലായ രീതിയിൽ ഇപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഒത്തിരി പേര് അവിഹിതങ്ങളും അതിനോടനുബന്ധിച്ച് ഒത്തിരി പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇവിടെ കരുണാനിധിക്ക് 4 ഉണ്ടായിരുന്നു. ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി പറയാം, നമുക്ക് പറയാൻ പാടില്ലാത്തത്രയുണ്ട്. ക്രൈസ്തവർക്ക് അത് ഭയങ്കര സിവിയർ കുറ്റമാണ്. ഒന്നിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ പ്രശ്നമാക്കും. പക്ഷേ എന്നാലും ജപ്പാട്ടികളെ വയ്ക്കുന്ന പരിപാടി അവർക്കുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വേ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് വസ്തു. അതിൻ്റെ റീസൺ നമ്മൾ സ്ത്രീകൾ തന്നെയാണ്.
നമ്മൾ സ്ത്രീകൾ ആദ്യം നമ്മളെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യും. ഒൺസ് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ പറ്റി ഒരു ചിന്തയില്ല. നമുക്ക് പിന്നെ ചോറ് വയ്ക്കണം, കറി വയ്ക്കണം, കൊച്ചുങ്ങളെ നോക്കണം, വീട് നോക്കണം. ഈ ഒരു എൻഗേജ്മെൻറ്റിലേക്ക് നമ്മളെ അങ്ങ് എൻഗേജ് ചെയ്യണം. അപ്പോഴാണ് ഇങ്ങനെ അല്ലാത്തൊരു മാനസികാവസ്ഥയുള്ള ആൾ, അങ്ങനെ കുറച്ചുകൂടെ എന്നെ കെയർ ചെയ്യുന്ന ഒരാൾ കിട്ടണമെന്ന് തോന്നലിലേക്ക് പോകുന്നത്. ലാക്ക് ഓഫ് കെയർ, ലാക്ക് ഓഫ് ഇതിലാണ് ആ പോകുന്നത്. അവിടെ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. കാരണം പ്രണയിനിയോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളിനെ, ഇണയോട് ആ രീതിയിലൊരു സ്നേഹമുള്ള ഒരു വ്യക്തി, ഒരു തേർഡ് പേഴ്സൺ അവിടേക്ക് കൊണ്ടുവന്ന് വെക്കത്തില്ല. അത് വ്യക്തിത്വം എന്ന് പറയും. പക്ഷെ അങ്ങനെ അല്ലാതാകുന്നതും ഇത്തരത്തിൽ അവിഹിതങ്ങൾ കൂടുതലിൻ്റെ റീസൺ അതാണ്. ആ കുറച്ച് കഴിയുമ്പോൾ പെണ്ണുങ്ങളും കൊണ്ട് ആഹാരം അധികം കഴിച്ച് തിന്ന് ജീർണിച്ച് ബോഡി തന്നെ നോക്കാതെ കുട്ടികൾക്ക് നിൽക്കുന്നത് കാണാം. ഈ കുഞ്ഞുണ്ടായ വഴി ആരാണ്? അദ്ദേഹമല്ലേ. കെയർ കംപ്ലീറ്റ് ഔട്ടാകും. അവർ തമ്മിലുള്ള ആ പ്രണയം പോലും ഇല്ലാണ്ടാവും. പിന്നെ എത്രയോ കാലം കഴിഞ്ഞാൽ രണ്ടും കൂടെ പ്രണയിക്കാൻ തന്നെ തുടങ്ങുന്നത്. എപ്പോഴെന്നറിയാമോ? കൊച്ചുങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് തിരിഞ്ഞ് നോക്കാതെ പോകുന്ന ഒരവസ്ഥയാകുമ്പോൾ അമ്മമ്മ ഓടി വരും അപ്പൂപ്പൻ്റെ അടുത്ത്, അപ്പൂപ്പ അമ്മക്ക് പ്രേമിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു പാളീച്ചയിലാണ് ഇത്തരത്തിൽ ഒരു വഴിമാറ്റി ചവിട്ടൽ അവന്മാർ ചെയ്തു തുടങ്ങുന്നത്. ശരിയാണോ എന്ന് വെച്ചാൽ തെറ്റാണ്. ആ തെറ്റിന് ഞാൻ അംഗീകരിക്കുന്നതല്ല പറയണത്, സാധ്യതകളെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇസ്ലാമിലുള്ള ഈ ഒരു വിഷയമാണ് എന്നെ കൊണ്ട് അത് പറയിച്ചത്. അതായത് ആദ്യത്തെ ഭാര്യയുടെ സമ്മതം നിർബന്ധമാണ്. അതിന് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ആയത്ത് വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആ ആയത്തൊന്നുമില്ല. എനിക്ക് മനസ്സിലായത്, എന്നെ പഠിപ്പിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ മുൻപ് ചെറിയ വയസ്സിൽ ഇതിനെ തർക്കിച്ചിരുന്നു. അതെന്താ ഇപ്പോൾ 4 കല്യാണം ആണുങ്ങൾ കഴിക്കണം, അതിപ്പോൾ എന്തിനാ? അന്ന് എന്നെ കൺവിൻസ് ചെയ്യാൻ എൻ്റെ ഉമ്മച്ചിയമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞതിനൊപ്പം ഈ ഒരു വിഷയവും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും അല്ല, രണ്ടാമതൊരു വിവാഹം കഴിക്കണം, ആദ്യത്തെ ഭാര്യയുടെ പെർമിഷൻ വേണം എന്ന്. അത് ഇങ്ങനെയാണ് അതിൻ്റെ പെർമിഷൻ, അല്ലാതെ അത് നിയമപരമായിട്ട് അവർ പറയണതല്ല. ഒരു കാരണവശാലും ഒരുപാട് ഭാര്യമാരെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആ പ്രോത്സാഹനമില്ലായ്മയാണ് അത് നിയമം മൂലം അവിടെ നിഷേധിക്കുന്നത്. എല്ലാവരെയും പെർഫെക്റ്റായി വെക്കുക എന്നുള്ളതാണ്, ഒരിക്കലും നടക്കുന്ന കേസല്ല. അങ്ങനെ അവർ സാക്രിഫൈസ് ചെയ്യണം. ഇപ്പോൾ ഭർത്താവിനൊരു ഇഷ്ടം വന്നു, ഇപ്പം ബഷീറൊക്കെ പെടുമ്പോൾ അനുവദിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ അനുവദിച്ചു കൊടുക്കുമെന്ന് വെച്ചാൽ ഇല്ല. എൻ്റെ കൂട്ടത്തിലോ എൻ്റെ കൂട്ടുകാരികളോ ആരെങ്കിലും ഇതിന് അനുവദിക്കാൻ നിന്നാലോ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം നമ്മുടെ സ്പേസിലേക്ക് മറ്റൊരാളെ കൊണ്ടുവന്നാൽ ആ വ്യക്തി നമ്മളെ ആഗ്രഹിച്ചിരുന്നില്ല, നമ്മളെ സ്നേഹിച്ചിരുന്നില്ല എന്നാണ് അർത്ഥം. തിരിച്ച് നമ്മൾ ചെയ്തവന്മാർ സഹിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വൈവാഹിക ജീവിതത്തിലുള്ള ഈ ഒരു സംഗതിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഞാൻ ഇസ്ലാമിക ചട്ട രീതികളെ എതിർക്കുന്നു എന്നല്ല, ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ ഉൾക്കൊള്ളാതിരുന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സത്യവിശ്വാസി അല്ലാതാകും. എനിക്കതിന് താല്പര്യമില്ല. ഞാൻ വിശ്വാസി തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ. അതിനകത്തുള്ള ചട്ടരീതികൾ അതനുസരിച്ച് ജീവിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും പേഴ്സണൽ ചോയ്സാണ്. ആ പേഴ്സണൽ ചോയ്സ് മറ്റൊരാൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മതത്തിൽ നിൽക്കണമെങ്കിൽ മതത്തിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. പറ്റില്ലേ, ഇറങ്ങിപ്പോയേക്കാം. ദ ഡോർ ഈസ് ഓപ്പൺ, യു ക്യാൻ ഗോ ഔട്ട്, യു ക്യാൻ കം ഇൻ. അത് നിങ്ങളുടെ ചോയ്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇതിനകത്തുള്ള ആ രീതി മനസ്സിലായില്ലേ? ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം, പിടിയിട്ടാത്തത് കൊണ്ടാണ് ഒന്നും കൂടെ ക്ലിയർ. 4 ഭാര്യമാരെ വരെ വിവാഹം കഴിക്കാമെന്ന് പറയുന്ന സാമൂഹിക സാഹചര്യം അക്കാലഘട്ടങ്ങളിൽ നിലനിൽക്കൊണ്ടാണ് അങ്ങനെ ഒരു വിവാഹത്തിനെ പ്രോത്സാഹിപ്പിച്ചത്. ഒരുപാട് അനാഥരായ സ്ത്രീകൾ അന്തം വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിച്ച് കൂടെ നിർത്താനും വേണ്ടിയിട്ട് കണ്ടതാണ് ഈ വിവാഹം. അനാഥകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വിധവാ വിവാഹങ്ങളാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്, പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അത്തരത്തിൽ വിവാഹങ്ങൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഭാര്യമാരിൽ തുല്യ പരിഗണന കൊടുക്കേണ്ട ഒരു ആവശ്യഘട്ടമുണ്ട്. ജീവിതത്തിൽ ഒരു പെണ്ണും തൻ്റെ ഭർത്താവിനെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു എതിർപ്പ് ഭാര്യ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വിവാഹത്തിന് അവിടെ അവിടെ ബ്ലോക്കേജ് വരും. അങ്ങനെ അത് സാധ്യമല്ലാതൊരു അവസ്ഥയുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ച ഈ ആദ്യ പത്നിയെ കൊണ്ട് അങ്ങനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി ആ വിവാഹം വേണ്ട, അല്ലെങ്കിൽ അവരെ തലാക്ക് ചെയ്തിട്ട് മറ്റൊരു വിവാഹം കഴിക്കാം എന്നുള്ളതാണ് നിയമം. അവർക്കും ഫസഹ് ചെയ്തിട്ട് മറ്റൊരു വിവാഹം കഴിക്കാമെന്നുള്ള നിയമം. അങ്ങനെ ചെയ്യത്തില്ല. ഒരു യഥാർത്ഥ വിശ്വാസി വിവാഹമോചനം പ്രോത്സാഹിപ്പിക്കത്തില്ല. അതിൻ്റെ കാരണം വിവാഹമോചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസനം വിറകൊള്ളുന്ന ഒരു പരിപാടിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കൃത്യമായി ശക്തമായ ഭാഷയിൽ വിവാഹമോചനത്തിനെതിരെ അവിടെ കാര്യങ്ങളുണ്ട്. എന്നാൽ വളരെ ആയാസകരമാകുന്ന രീതിയിൽ നിയമങ്ങളുമുണ്ട് വിവാഹമോചനം നടത്തിക്കൊണ്ടുപോകാൻ. പരസ്പരം പഴിചാരി കുറവുകൾ, ഒരുപാട് രീതിയിലുള്ള കുറവുകൾ സഹിച്ച് ജീവിക്കാൻ ഇസ്ലാം നിഷ്കർഷിക്കുന്നില്ല. പകരം കുറവുകൾ പരിഹരിക്കപ്പെടാൻ പറ്റുമെങ്കിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറയുന്നുണ്ട്. ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉപേക്ഷിച്ച് പോകാനുമുള്ള ചോയ്സ് ഉണ്ട്.
ഇതിലും സ്ത്രീകൾക്ക് 2 വിധത്തിലുള്ള വിവാഹമോചനം പറയുമ്പോൾ ആണുങ്ങൾക്ക് മുത്തലാഖ് എന്നാണ് പറയുന്നത്. ഈ മുത്തലാഖിൽ തന്നെ 3 ഭാഗമായിട്ടാണ് മോചനം പറയുന്നത്. അതും ഈസി ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി ഓടിക്കളയാനൊന്നുമല്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേ പറ്റുള്ളൂ ജീവനാംശം, ഭാര്യയ്ക്കും കൊടുക്കണം. അപ്പോൾ നിയമങ്ങൾ ശരിക്കറിയാത്തവരാണ് ഇതിനെ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നത്. ഞാനൊരു ഉദാഹരണം കൂടെ ഇതിന് പറഞ്ഞുകൊണ്ട് ഇതങ്ങ് അവസാനിപ്പിക്കാം. ഇനി ഇതിൻ്റെ താഴെ ഒരുപാട് കമൻസ് വരും, കൂടുതൽ വ്യാഖ്യാനങ്ങൾ വരും. ഞാൻ പറയും, ഞാൻ പഠിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പറയുക തന്നെ ചെയ്യും. നമ്മൾ അമ്മയും അച്ഛനും കൂടെ ഒരു മുറിക്കകത്ത് അടച്ചിരിക്കും. നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? അമ്മയും അച്ഛനും സ്നേഹത്തോടു കൂടി ഒന്നിച്ച് കഴിയുന്ന ഒരു വിവാഹം കഴിച്ചു, അവരുടെ പ്രണയത്തിൽ നമ്മൾ ഉണ്ടായി എന്നാണ് നമ്മൾ കണക്ക്. നമ്മളത് ചിന്തിക്കുക പോലുമില്ല. അവർക്ക് നമ്മളെങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മളെ ചിന്തയിൽ പോലും വരത്തില്ല. യോഗ്യത ഉള്ളവരാരും അങ്ങനെ ചിന്തിക്കാനും പറ്റില്ല. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അത്രയേ ഉള്ളൂ. അതേസമയം എച്ചിലുകളെ പോലുള്ള കുറേ വെറുവാക്കൽ കെട്ടവർ ചിന്തിക്കുന്നത് അച്ഛനും അമ്മയും അതിനകത്ത് പ്രോഗ്രാം ചെയ്യുന്നു, ആൻഡ് ദാറ്റ് പ്രോഗ്രാമിൽ ദിസ് ഡേയിൽ വി ബോ എന്ന് പറയും. ആ ഒരു വ്യത്യാസമുണ്ട് ഖുർആൻ മനസ്സിലാക്കുന്നതിലും അന്തം വിട്ട് കുന്തം വിട്ട് പറയുന്നതിലും ഉള്ള വൈരുദ്ധ്യങ്ങൾ. അതായത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ, ഇഷ്ടത്തോടു കൂടി അർത്ഥവത്തായ കാര്യം മനസ്സിലാക്കിയാൽ, ഞാൻ ആദ്യം പറഞ്ഞത് മനസ്സിലായതുപോലെ വരും. രണ്ടാമത് അരയും കുറയും മൂലയും കണ്ട് വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിച്ച് പോക്കറ്റിലേക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് വക്രീകരിക്കുന്ന വൃത്തികെട്ടവന്മാരുടെ വലയിൽ പോയിപ്പെട്ടാൽ ഇതുപോലത്തെ വ്യാഖ്യാനം വരും. ഇത് പോയിന്റ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു പണ്ഡിതൻ ഇരുന്ന് പറയുന്ന, അല്ലെങ്കിൽ പണ്ഡിത ഇരുന്ന് പറയുന്ന കണക്ക് പറയാൻ എന്നെ കൊണ്ടാകത്തില്ല. എനിക്ക് മനസ്സിലായ രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. കൂടുതൽ വിശദീകരണങ്ങൾ വേണമെങ്കിൽ ആയത്തോ സൂറയോ എന്താണെന്ന് വെച്ചാൽ എടുത്തു വെച്ചിട്ട് ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം. എൻ്റെ മനസ്സിലാക്കലുകളിൽ കൃത്യമാണ്. ഒരു കാരണവശാലും ആദ്യത്തെ ഭാര്യയുടെ സമ്മതമില്ലാതെ അയാൾക്ക് രണ്ടാമതൊരെണ്ണത്തിനടുത്ത് പോകാനൊക്കത്തില്ല. അത് എഴുതി വെക്കപ്പെട്ടത് ഒരു അലിഖിത സംഗതിയാണ് എന്നുള്ളതാണ്. അവർ ശക്തമായി അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ്. 2 കെട്ടിക്കഴിഞ്ഞ് മൂന്നാമതൊന്ന് കെട്ടാൻ ഈ 2 നിന്നുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ നടക്കത്തില്ല. കാരണം അവൻ ഏബിളാണോ അല്ലയോ എന്ന് പറയാൻ പ്രാപ്തിയുള്ളത് അവൾമാർ തന്നെയാണ്. അപ്പോൾ പോയിന്റ് പിടികിട്ടിയില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തും. താങ്ക് യു.